വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറ്റൊരു സംശയം കൂടി ബാക്കിയുള്ളത്, ഉദ്ഹിയ്യത്ത് അറുക്കേണ്ട സമയത്ത് അറുക്കാൻ പറ്റിയില്ല. ആ വിഷയം ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നിർബന്ധമായ ഉദ്ഹിയ്യത്ത് അതിൻ്റെ സമയത്ത് അറുക്കേണ്ടതാണ്. സമയത്തെ തൊട്ട് ബന്ധിച്ചാൽ അത് ഖളാ വീട്ടേണ്ടതും ആണ്. അത് രണ്ടും നിർബന്ധം തന്നെയാണ്. അതേ സ്ഥാനത്ത് സുന്നത്തായ ഉദ്ഹിയ്യത്ത് അതിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നീട് അത് ഖളാ വീട്ടുന്ന വകുപ്പ് അതിന് വരുന്നില്ല. അത് പിന്നെ അടുത്ത പെരുന്നാൾ വരുമ്പോൾ ആ സമയത്ത് അറുക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിനകത്തുണ്ട്. സംശയം, അതിൻ്റെ മറുപടി വേറെ തന്നെ പറയാം. ഒന്ന്, ഒരു നാട്ടിലുള്ള ഒരാൾ മറ്റൊരാൾക്ക് വക്കാലത്ത് നൽകി. രണ്ടാളും രണ്ട് രാജ്യത്താണ്. ഉദാഹരണം, ബാംഗ്ലൂർ ഉള്ള ആൾ കോഴിക്കോട്ടുള്ള ആൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാൻ വക്കാലത്ത് കൊടുത്താൽ ഈ രണ്ട് സ്ഥലത്തുമുള്ള പെരുന്നാൾ വ്യത്യാസമുണ്ടാകും. അപ്പോൾ വക്കീലിൻ്റെ പെരുന്നാളാണോ പരിഗണിക്കേണ്ടത്, അതല്ല വക്കീലിൻ്റെ പെരുന്നാളാണോ പരിഗണിക്കേണ്ടത്? എവിടെയാണോ അറക്കുന്നെങ്കിൽ അവിടെയാണ് നോക്കേണ്ടത്. ആ അറക്കുന്ന സ്ഥലത്തുള്ള പെരുന്നാളിൻ്റെ സമയം പെരുന്നാളുമെല്ലാം നോക്കിയിട്ടാണ് അറക്കേണ്ടത്. ഒന്ന്. പിന്നെ മറ്റൊരു വിഷയം, ഫീ ബൈത്തിഹി, ഉദ്ഹിയ്യത്ത് അറക്കുന്ന ആൾ അയാളുടെ വീട്ടിൽ. അതിൻ്റെ മറുപടി ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് അറക്കുക എന്ന് പറഞ്ഞാൽ, വീട്, ബൈത്ത് എന്ന വാക്ക് കുറേ മാനാക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. റൂം എന്ന മാനാക്ക് ഉപയോഗിക്കും, അതേപോലെ വീട് എന്ന മാനാക്ക് ഉപയോഗിക്കും, അതേപോലെ കുറേ സൗകര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന വലിയ വീട്, അതിനും അത് ഉപയോഗിക്കും. അവൻ ബൈത്തിൽ അറക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾ താമസിക്കുന്ന പ്രദേശം, അയാൾ താമസിക്കുന്ന കമ്പൗണ്ട്, ആ കമ്പൗണ്ടിൽ അറക്കുന്നതിന് ബൈത്തിൽ അറക്കുക എന്ന് പറയും. ഇനി വീട്ടിൽ വെച്ച് അറക്കുന്നതിനും വീട്ടിൽ താമസിക്കുന്ന റൂമിൽ വെച്ച് തന്നെ അറക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ അറക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. അയാളുടെ ആ വീട്ടിൻ്റെ അഹിലുകാർക്ക് അവിടെ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ റൂമിലും പറ്റും. അങ്ങനെ സൗകര്യമുള്ള റൂമാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന. അപ്പോൾ അവിടെ രണ്ട് വിഷയം ഒന്നുണ്ടാകും. ഒന്ന്, അറവ് വീട്ടിലായിരിക്കണം, അതിനാണ് ഫീ ബൈത്തിഹി എന്ന് പറഞ്ഞത്. രണ്ട്, ബി മഷ്ഹദി അഹ്ലിഹി, ആ വീട്ടിലെ അഹ്ലുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചുമായിരിക്കണം. രണ്ട് കാര്യം ബോധ്യപ്പെടുത്താനാണ് ആ രണ്ട് ഇബാറത്തും കൂടി കൂട്ടിക്കൊടുത്തത്. അതിനാണ് ഫീ ബൈത്തിഹി ബി മഷ്ഹദി അഹ്ലിഹി എന്ന് രണ്ട് കാര്യവും കൂടി പറഞ്ഞത്. പിന്നെ മറ്റൊരു സംശയം, ഒരു ആടും ഒരു മാടും കൂടി ഇണ ചേർന്നിട്ട് അതിലൊരു മിശ്രിത കുഞ്ഞ് ഉണ്ടായി. രണ്ടും ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ആ മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറക്കാൻ പറ്റും. എന്നാൽ മാടാണെങ്കിൽ 7 ആൾക്ക് പറ്റുമെന്നാണല്ലോ നിയമം. ആടാണെങ്കിൽ ഒരാൾക്കേ പറ്റും. അപ്പം ഇത് രണ്ട് ഭാഗവും കൂടി ചേർന്നതായതുകൊണ്ട് ഇതിൽ ഒരാൾക്ക് എന്തായാലും പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. 7 ആൾക്ക് കൂടി പറ്റും എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. അതാണ് ഈ അന്നഹുൽ മുതയഖ്ഖൻ. ഒരാൾക്ക് പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താ കാരണം, ഈ
ഉണ്ടായ കുട്ടിയുടെ അതിൻ്റെ ഭാഗങ്ങൾ ആടിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണെങ്കിലും എന്തായാലും അത് ഒരാൾക്ക് പറ്റും. ഇനി രണ്ടിൻ്റെയും ഭാഗത്ത് അതിലുണ്ടായെങ്കിൽ തന്നെ അത് മാടിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ആടും മാടും ചേർന്നതല്ലേ. അപ്പം അതുകൊണ്ട് ആടും മാടും ചേർന്നതാണെങ്കിലും ആടിൻ്റെ ഭാഗം മാത്രമാണെങ്കിലും രണ്ടാണെങ്കിലും ഒരാൾക്ക് അത് പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതല്ലേ അന്നഹുൽ മുതയഖർ എന്ന് അവിടെ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ജമീൽ അംബിയാഇ വറുസുലി വൽ മലായികത്തി വസ്സഹാബത്തി വൽ ഖറാബത്തി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വലഹു ശുർബു ഫാദിലി ലബനി. അവന് വുളുഹിയ്യത്ത് മൃഗത്തിൻ്റെ നിർബന്ധമായ വുളുഹിയ്യത്ത് മൃഗത്തിൻ്റെ പാലിൽ മിച്ചമുള്ളത് കുടിക്കൽ അവനുണ്ട്. ലഹു എന്നെടുക്കുമ്പോൾ അവന് ജായിസാണെന്ന് കിട്ടും. പക്ഷെ ആ ജായിസ് വെറും കേവലം ജായിസല്ല, അതിനാണ് കൂട്ടിക്കൊത്തി യുക്രം. അവന് കറാഹത്താക്കപ്പെടും, അന്നർക്ക് ജായിസാണ്. നിർബന്ധമായ വുളുഹിയ്യത്തിൻ്റെ പാല്, കുട്ടിയുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ള പാല്, അത് കുടിക്കൽ ജായിസാണ്. അതിൽ വാജിബത്ത് ഓ മിഥുലുഹ ബിൽ ഔല അൽ മന്ദൂബത്ത്. വാജിബത്ത് പോലെ തന്നെയാണ് ഔലയോട് ബന്ധപ്പെട്ട സിൽ അൽ മന്ദൂബത്തു, സുന്നത്താക്കപ്പെട്ട വുളുഹിയ്യത്ത്. അപ്പൊ സുന്നത്തായ വുളുഹിയ്യത്തിൻ്റെ മിച്ചമുള്ള പാലും കുടിക്കൽ അവന് ജായിസാണ്. ഔലയാകുമ്പോൾ കറാഹത്ത് ഒഴിവാകുമോ എന്ന് ചിന്തിക്കണം. എന്തിനെ തൊട്ട് മിച്ചമുള്ള അൻ വലദിഹ, അതിൻ്റെ കുട്ടിയെ തൊട്ട് അല്ലെങ്കിൽ കുട്ടികളെ തൊട്ട്. വഹുവ മാ ലാ യദുറുഹു, ആ മിച്ചമുള്ളത് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ലാ യദുറുഹു ആ വലതിനെ ബുദ്ധിമുട്ടാക്കൂല, ഫഖ്ദുഹു അതിനെ ഇല്ലാതെയാക്കൽ, ലററൻ ഒരു ബുദ്ധിമുട്ടാക്കൂല, ലാ യുഹ്തമുരു എങ്ങനത്തെ ലററാണ്, ലാ യുഹ്തമുരു അത് സഹിക്കപ്പെടുന്നതല്ല. അപ്പൊ സഹിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള ബുദ്ധിമുട്ടാക്കൂല, അതിനാണ് ബാക്കിയുള്ളത് എന്ന് പറയുന്നത്. ആ ബാക്കിയുള്ള പാല് അവരെ കുടിക്കൽ ജായിസാണ്, കറാഹത്തുണ്ട്. ഉദാഹരണം, ആ സഹിക്കാൻ പറ്റാത്തവരൊക്കെ മൻഹി നുമുവഹു, മൻഹി അത് തടയും പോലെ, നുമുവഹു ആ കുട്ടിയുടെ വളർച്ചയും, അംസാലിഹി ആ കുട്ടി പോലെയുള്ള കുട്ടികളുടെ വളർച്ച പോലെ, ഫീമ യുദ്ഹർ ദലീലിൽ നിന്ന് വ്യക്തമാകുന്നത് അനുസരിച്ച്. ഏതുപോലെ കമാ അന്നലഹു റുക്കൂബ, അവന് ജായിസാണ് ഈ വുളുഹിയ്യത്തിൻ്റെ മൃഗത്തെ വാഹനം കയറൽ, അതുപോലെ ലാക്കിൻ്റെ ഹാജത്തിൽ, പക്ഷേ എല്ലാ മൃഗത്തെയും വാഹനം കയറിക്കൂടെ, ആവശ്യത്തിന് വേണ്ടി മാത്രമേ പാടൂ. അതങ്ങനെ ബിയാൻ നജസ അൽ മഷി, നടക്കലിനെ തൊട്ട് ഇയാൾ ആജിസാകൽ കൊണ്ടു. വലം യജിദ് വൈറഹ, അതല്ലാത്ത മറ്റൊരു മൃഗത്തെ, ഒരു വാഹനത്തെ അവൻ എത്തിച്ചില്ല, ബി ഉജ്റത്തിൽ കൂലിക്ക് പകരം, വജദഹ ആ കൂലി അവൻ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ കൂലി അവന്റെ കൈവശമുണ്ട്. ആ കൂലിക്ക് വേറൊരു മൃഗത്തെ വാടകയ്ക്ക് കിട്ടുമ്പം എന്ത് ചെയ്യാൻ പാടില്ല, വുളുഹിയ്യത്തിന്റെ വാഹനം കയറാൻ പാടില്ല. അത് കിട്ടാത്ത സാഹചര്യത്തിൽ ഇവൻ നടക്കാൻ അശക്തനുമാണെങ്കിൽ വുളുഹിയ്യത്തിന്റെ മൃഗത്തെ അവന് വാഹനം കയറി ജായിസാണ്. അതേപോലെ വല അസറലി കുദ്റത്തിയാൽ ഇസ്തിയാനത്തി, എന്നാൽ കൂലി കൊടുക്കാനും അവന് കഴിയില്ല,
അല്ലെങ്കിൽ കൂലിക്ക് മൃഗം കിട്ടാനില്ല, എന്നാൽ അവന് വായ്പ വാങ്ങാൻ കഴിയും. അങ്ങനെ വായ്പ വാങ്ങാൻ കഴിവ് ഉണ്ടാകുന്നതിന് അസറില്ല. അതായത് വായ്പ വാങ്ങാൻ കഴിവുണ്ടാകുമ്പോഴും ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തെ അവന് വാഹനം കയറാം. അതെന്താ കാരണം? ലിമാ ഫിഹ മിനൽ മിന്നത്തി വൽ ദമാനി. ലിമാ ഫിഹ ഇസ്തിആലത്തിലുള്ള ഒന്നിനു വേണ്ടി, ഒന്ന് ആ വായ്പ നൽകുന്ന ആളോട് ഒരു വിധേയത്വം വന്നില്ലേ, അതേപോലെ ലമാൻ അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വവും ഉണ്ട്. ഉത്തരവാദിത്വം ഉദ്ഹിയ്യത്തിൻ്റെ കാര്യത്തിലുമുണ്ടെങ്കിലും ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തെ വാഹനം കയറുന്നതിൽ മിന്നത്തില്ല. അതാണ് ഒരു വ്യത്യാസം. ഇർക്കാബഹ അതിനെ വാഹനം കയറിക്കലും ഒരു ജായിസ. കബാന്റെ ലഹു റുക്കൂബഹ അതിന് വാഹനം കയറൽ അവരെ ജായിസായതുപോലെ ഇർക്കാബഹ അതിന് വാഹനം കയറ്റി അയക്കലും മുത്താദിൻ ഒരു ആവശ്യക്കാരന് ബിലാ ഉജ്റത്തിന് കൂലിയൊന്നും കൂടാതെ. പക്ഷെ ലാക്കിൻ യദ്മനുൽ മുദ്ഹി നഖ്സഹാബി ദാലിക. പക്ഷെ ഈ ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന ആള് ഉത്തരവാദിയാകും. അതുകൊണ്ട് ആ ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തിന് വല്ല നഖ്സും സംഭവിച്ചാൽ അതിന് അയാൾ ഈ മുദ്ഹി ഉത്തരവാദിയാണ്. ഇല്ലായിൻ ഹസലഫി യദി മുസ്തഈരിൻ. പക്ഷേ ആ ലമാൻ ആ നഖ്സ് ഉണ്ടായത് ഒരു മുസ്തഈറിൻ്റെ